തൃശൂർ വടക്കഞ്ചേരിയിൽ വയോധികനോട് ക്രൂരത. മദ്യപിച്ച് റോഡരികിൽ കിടന്ന വയോധികന്റെ കാലിൽ തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളിച്ചുവെന്നാണ് പരാതി. തെക്കുംകര സ്വദേശി ശശിധരന്റെ കാലിലാണ് വെള്ളമൊഴിച്ച് പൊള്ളിച്ചത്. ശശിധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ആളങ്ങനെ കുടിച്ച് കിടന്നു. അപ്പോൾ ആരോ ചുടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചതാണ് ആളെ കാര്യം. കാണാനില്ലാന്ന് കണ്ടപ്പോഴാണ് ചെന്നത്. അപ്പോൾ ആൾ അങ്ങനെ കമന്ന് കിടക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാലുമ നിറച്ചും പൊള്ളങ്ങൾ ഇങ്ങനെ തൂങ്ങി കിടക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്നിട്ട് കാലുമ ചോദിച്ചപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. കമത്തി കിടത്തിയപ്പോഴാണ് കണ്ടത് രണ്ട് കാലും പൊള്ളിയിട്ട് വെന്താകെ തൊലി പോയിട്ട് കിടക്കണം. ഞായറാഴ്ച ദിവസമാണ് ആസ്പത്രി കൊണ്ടുപോകണം. ഞായറാഴ്ച ആസ്പത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഞായറാഴ്ച ദിവസം അഡ്മിറ്റ് ആക്കാൻ പറ്റിയ നിങ്ങൾ തിങ്കളാഴ്ച വരുമോ പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച വരുമോ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് വെച്ചു ഇങ്ങനെ എന്നാൽ ഞങ്ങൾ വരാന്തയിൽ കിടക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വരാന്തയിലൊന്നും കിടക്കാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്. ഡോക്ടർ ഒരു ഇത് തന്നാൽ മതി. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ സംസാരിച്ചത് ഈ വയോധികന്റെ മകളാണോ സംസാരിച്ചിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ആരാണ് ഇയാളെ ഉപദ്രവിച്ചതെന്നാണ് അപ്പോൾ അറിയാനാകുന്നത്? ഈ ശശിധരനെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ച ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റാണ് ശശിധരൻ. ഇനിയും 1.5 മാസം പിടിക്കും ഇതൊന്ന് മാറി വരെ. ഇതിനിടയിൽ ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും പോലീസ് എത്തിയില്ല. പിന്നീട് പോലീസ് എത്തി ഇവരിൽ നിന്ന് മൊഴിയൊക്കെ എടുത്തു. പക്ഷേ ആരാണത് ചെയ്തതെന്ന് ഇതുവരെയും പോലീസിൽ കണ്ടെത്താനായിട്ടില്ല. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. സമീപവാസികളെല്ലാം ഇവർക്ക് സംശയമുണ്ട്. പക്ഷേ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്താൻ കഴിയില്ല എന്ന ഒരു നിലപാട് പോലീസിനുണ്ടെന്നാണ് പ്രധാനമായും ശശിധരന്റെ കുടുംബം പറയുന്നത്. മദ്യപിച്ച് വഴിയരികിൽ കിടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് സൂര്യാഘാതം ഏറ്റതാണ് എന്നൊരു സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് സൂര്യാഘാതം ഏറ്റാൽ ഇങ്ങനെയല്ല, ഇത് ചൂടുവെള്ളം കാലിൽ ഒഴിച്ച് തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. അതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നതും. പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്താൻ കുറ്റം ചെയ്തവരെ കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. സ്മൃതി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.